ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ ഓമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏത്തയ്ക്കാപ്പം ഓയിലില്ലാതെ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ട് വാട്ടുകയാണ്. ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ട് അത് വാട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തു. 1 കപ്പ് മൈദ എടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, അതായത് പുട്ടുപൊടിയാണ്, ചെമ്പാ പുട്ടുപൊടിയാണ്, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ കറക്റ്റ് മധുരമാണ്, നല്ല ടേസ്റ്റുമായിരുന്നു, ഒരുപാടങ്ങ് മധുരമല്ല. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ എള്ളും കൂടെ, കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 3/4 കപ്പ് വെള്ളമാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാം കൂടെ ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കി വെക്കുക. ഇപ്പോൾ ഇനിയൊരു 1/2 കപ്പ് കൂടെ എടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. 1/4 കപ്പ് ഞാൻ ടോട്ടൽ എടുത്ത വെള്ളം. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കി വെക്കണം. ഒരുപാടങ്ങ് വെള്ളമാകാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് കട്ടിയായിട്ട് ഇരിക്കുകയും വേണ്ട. ഇച്ചിരി ലൂസായിട്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. നമ്മൾ ഏത്തയ്ക്കാപ്പത്തിന് എടുക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കലക്കി റെഡിയാക്കി കഴിഞ്ഞു. ഇത് ഇച്ചിരി നേരം ഒന്നിരിക്കട്ടെ, അടുത്ത പരിപാടി നമുക്ക് ചെയ്യാതെ. അപ്പോഴത്തേക്ക് ഇതൊന്ന് ചെറുതായിട്ട് കുതിർന്ന് കിട്ടും. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം തൊലി കളഞ്ഞിട്ട് ഒന്ന് ചെറുത് ഞാൻ 2ആയിട്ടേ കീറിയുള്ളൂ. ഇച്ചിരി വലുത് 4ആയിട്ട് കീറിയെടുത്തു. അതായത് 2ആയിട്ട് കീറിയതിന് ശേഷം 2 പീസസ് ആക്കി. അങ്ങനെ ഒരു 3 മാത്രമാണ് ഞാനിപ്പോൾ എടുത്തത്. രണ്ടാമത്തേത് എടുത്തു. അത് 2ആയിട്ട് കീറിയിട്ട് 2ആയിട്ട് മുറിച്ചിട്ട് വീണ്ടും 2ആയിട്ട് കീറി, അങ്ങനെ 2ഉം റെഡിയാക്കിയെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, അപ്പോൾ 3 ഏത്തയ്ക്കായും ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വാട്ടി വെച്ചേക്കുന്ന ഇല എടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഓയിൽ കൊണ്ട് തന്നെയാണ്, വെജിറ്റബിൾ ഓയിൽ. ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിനകത്തിലേക്ക് 1 പീസ് എടുത്ത് മാവിനകത്ത് മുക്കുക. മാവിനകത്ത് നല്ലോണം മുക്കിയിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയുടെ നടുക്കോട്ട് വെക്കുക. എന്നിട്ട് 2 സൈഡും മടക്കിയതിന് ശേഷം മുകളിൽ നിന്നും താഴോട്ടും മുകളിലോട്ടും അത് വീണ്ടും മടക്കിയെടുക്കുക. ഇങ്ങനെ ഞാൻ ഓരോ ഇലയിലും ഈ ഏത്തപ്പഴം മുക്കി മടക്കിയെടുത്തു. ഈസിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പലഹാരം ഇത്. നമുക്കൊരു വലിയ പാടൊന്നുമില്ല, പക്ഷേ എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള പലഹാരവുമാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാരല്ലേ. ഓയിലൊന്നും അധികം കഴിക്കേണ്ട. തന്നെയല്ല, ഇതിന് മറ്റൊരു ഗുണവും കൂടെ ഉള്ളത്, ഇലയുടെ ഗുണം കൂടെ നമുക്കതിൽ നിന്നും കിട്ടും. ഇങ്ങനെ മടക്കി എല്ലാം കംപ്ലീറ്റ് ഞാൻ എടുക്കുകയാണ്.
ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ വേഗം മടക്കി എടുക്കുകയാണ്. ഒരെണ്ണത്തിനകത്ത് ഞാൻ 2 എണ്ണം വെച്ചു, ഒരുമിച്ച് നിരത്തി വെച്ചിട്ട് അങ്ങ് മടക്കിയാൽ മതി. ഇനിയും ബാക്കിയുള്ള പീസസ് ഞാൻ ഒരുമിച്ച് വെക്കാനുള്ള ശ്രമത്തിലാണ്. 4 പീസാണുള്ളത്. 4 ഇല നിരത്തി വെച്ച് ഓയിൽ പുരട്ടി അതിനകത്തിലേക്ക് 4 എണ്ണം മാവ് മുക്കി വെച്ചിട്ട് എളുപ്പം തീർക്കുകയാണ്. ഇപ്പോഴെല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ സ്റ്റീമർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്തിലേക്ക് വെച്ച് കൊടുത്തു. ഇനി അതൊന്ന് അടച്ച് വെക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് വേവൊന്നുള്ള കാര്യങ്ങളില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. അടിയിലത്തേതെല്ലാം മുകളിലാകത്തക്കവണ്ണം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാനത് ഇപ്പോഴിത് റെഡിയായി കഴിഞ്ഞു. 2 പുറവും വെന്ത് റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇലയിൽ നിളകി വന്നു കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ. ഇത് കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി. അടിപൊളി പലഹാരം, എണ്ണയില്ലാത്ത ഏത്തയ്ക്കാപ്പം സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് അങ്ങ് മധുരമല്ല, എന്നാൽ നല്ല കറക്റ്റ് മധുരവുമായിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി പലഹാരമാണ്. 4 മണിക്കോ രാവിലെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഓക്കെ, ഇത് നിങ്ങളെ ഞാൻ മുറിച്ചും കൂടെ കാണിച്ചു തരാം. കാണാനും നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും. അടിപൊളി, തിന്നാൽ മതിയാവില്ല. താങ്ക് യു സോ മച്ച്.